ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്നത്തെ ഡേ 2 വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് വന്നത് ഫസ്റ്റ് ഞാൻ ഈ മറ്റേ സംഭവം ഇട്ടിട്ട് വന്നത് നേരെ തന്നെ വീഡിയോക്ക് പോകുന്ന വിചാരിച്ചു. കാരണം ഇന്നലെ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നല്ലോ സ്റ്റാർട്ടിങ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഡയറക്റ്റ് ആയിട്ട് വീഡിയോക്ക് പോകാമെന്ന് വെച്ച് ഞാൻ നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നേരെ എടുത്ത് മുഖത്തിട്ടാൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് സ്കിൻ കെയർ ആണ് ചെയ്യാൻ വിചാരിക്കണേ. കാരണം ഞാൻ പറഞ്ഞില്ല, ഇന്നലെ പറഞ്ഞില്ലേനോ നമ്മളിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ എന്നും ട്രൈ ചെയ്താലേ നമുക്ക് മാറ്റണ്ടാവും. ഒറ്റ സെറ്റാനൊന്നും മാറ്റണ്ടാവില്ല. ചില വീഡിയോസൊക്കെ കാണാം ഒറ്റ യൂസിൽ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിഫറൻസ് അങ്ങനെ കാണാൻ വെറുതെ ഉടായിപ്പം. അപ്പം ചിലത് ശരിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ 2-3 വീഡിയോ ട്രൈ ചെയ്തതിനൊക്കെ ഫേക്ക് ചെയ്യും. അപ്പം നമുക്ക് എന്തായാലും നമ്മളിന്ന് ഞാനൊക്കെ സെറ്റാക്കി വെച്ചോണ്ടേ ഇവിടെ നിന്ന് എടുത്താൽ മതി. എന്തായാലും ഞാൻ ഇന്നും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തത് നമ്മുടെ ഇതാണ്. എന്താ പറയുക, ഫോക്കസ് ആവുന്നില്ല. അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല തക്കാളി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ അരിപ്പൊടിക്ക് ഈ തക്കാളി ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചെടുക്കാം കേട്ടോ. പിന്നെന്താ മടി വരാനിങ്ങോട്ട്. ഓക്കെ, ഇത്ര മതി. തക്കാളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അരിപ്പൊടിക്ക്. ഇനി സെക്കൻഡ് നമ്മൾ ചെയ്ത് ഇനി തേർഡ് നമ്മൾ ചെയ്യേണ്ടത് ഇതാ, കോഫി പൗഡർ. ഓക്കെ, കോഫി പൗഡർ ഞാൻ ബ്രൂവിൻ്റെ ഈ ചെറിയ പാക്ക് എടുത്ത് ഇത് പൊട്ടിച്ച് നമ്മൾ ഇതിലേക്ക് ഫുൾ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ കോഫി പൗഡർ ഇട്ടിട്ട് പിന്നെ നെക്സ്റ്റ് കുറച്ച് മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേർഡ് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ഇന്നലെ കേർഡാണ് എടുത്ത്, അപ്പോൾ ഇന്ന് മിൽക്കാണ് യൂസ് ചെയ്തത്. ഇനി ഇത് സംഭവം കണ്ടിട്ടില്ലേ, ഒരു പെണ്ണില്ലേ കോഫി പിന്നെ മറ്റേ മിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ജ്യൂസാക്കി കുടിക്കുന്നത്, അത് ഓർമ്മ എനിക്ക് പെട്ടെന്ന്. ഇത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഇതിലേക്ക് ഒരു അടിപൊളി സാധനം ചേർത്താൽ നല്ല ഒന്നും കൂടെ റിസൾട്ട് ഉണ്ടാവും. എന്താണെന്നറിയാം, സാധനത്തിൻ്റെ പേര് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ്. അത് ആഡ് ചെയ്ത് കൊടുത്താൽ എൻ്റെ മോനെ നല്ല റിസൾട്ട്. അതിലേറെ ഞാനിത് ഇപ്പോൾ എടുക്കാത്ത എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ ഉരുളക്കിഴങ്ങില്ല, അതുകൊണ്ട്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എടുക്കുമല്ലോ അല്ലേ. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റായി നിൽക്കണ്ട, കുറച്ച് ലൂസ് നിൽക്കുമ്പോഴാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സുഖം. നല്ല ലൂസിലും ഉണ്ടാവരുത്, അങ്ങനെ ഇറങ്ങിപ്പോയല്ലോ മുഖത്തുനിന്ന്. അപ്പോൾ നല്ല മിക്സ് ചെയ്തതിന് ശേഷം കണ്ടോ, ഈ ഒരു കൊലയുണ്ട്, ഈ ഒരു ലൂസ് കണ്ടല്ലേ. ഇനി നമ്മൾ ഫാൻ ഇട്ടില്ല, ഞാൻ അങ്ങനെ വിയർക്കുക. ഫാൻ ഇട്ടാൽ നല്ല സൗണ്ട് വരും. നമ്മളിതൊക്കെ മെല്ലെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാം. കൈനോട് അപ്ലൈ ചെയ്യുക, ബ്രഷിനോട് അപ്ലൈ ചെയ്യുക. എൻ്റെ കൈ ബ്രഷില്ല, അതുകൊണ്ട് ഞാൻ കൈനോട് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. എവിടെയെങ്കിലും ഇട്ടിട്ട്, എനിക്ക് കൈമൽ എവിടെ ഇട്ടിട്ട്. ഇതും ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തതായതുകൊണ്ട് റിസൾട്ട് ഉള്ളതുകൊണ്ട് ഞാൻ നേരെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യണേ. സത്യം പറയുകയാണെങ്കിൽ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചത്. കാരണം ഇന്ന് എണീറ്റപ്പോൾ ഒടുക്കത്തെ തലവേദന, ഒരു രക്ഷയില്ല. തലവേദന എന്തൊന്നും മാറാത്ത വിചാരിച്ച് നിൽക്കുമ്പം പിന്നെ നമ്മളോട് പറഞ്ഞില്ല എന്നെ എന്നും വീഡിയോ ഇടുന്നു ഈ ഒരു പെരുന്നാൾ വരെ. അങ്ങനെ ഓക്കെ എന്നാൽ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ കുറച്ച് കുറവുണ്ട് തലവേദനക്ക്. പാവം എൻ്റെ ആത്മാർത്ഥത ആരും കാണാണ്ട് പോയത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. വ്യൂസ് കുറവാണ്, എന്നാലും പോട്ടെ, നമ്മളിങ്ങനെ ഇടുമ്പോഴാണല്ലോ വ്യൂസ് കിട്ടുക, അത് പോട്ടെ. പക്ഷേ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും 2 വാക്ക് കമൻറ്റ് പറയണമെങ്കിൽ നമുക്ക് കഴിയുമ്പോൾ എന്തെങ്കിലും ഇനി നെക്സ്റ്റ് വീഡിയോയിൽ എന്തെങ്കിലും ശ്രദ്ധിക്കണമെങ്കിൽ ശ്രദ്ധിക്കുക. പിന്നെ എന്തെങ്കിലും സജഷനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ. എന്തെങ്കിലുമൊക്കെ പ്രശ്നം സജഷൻ വീഡിയോ നിർത്തി പോകാൻ പറയരുത്. എല്ലാവരും പറയുന്ന പോലെ ഇതിട്ടാൽ സഡൻ ഭയങ്കര മാറ്റമാണ്. ട്രസ്റ്റ് മീ, കാരണം നിങ്ങൾക്ക് അത്രയ്ക്ക് റിസൾട്ടുണ്ട്. ഒരൊറ്റ യൂസിൽ തന്നെ മിറാക്കിൾ സംഭവിക്കും. അത്രയ്ക്ക് അടിപൊളി റിസൾട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോൻ്റെ ലാസ്റ്റ് വരെ കാണാം. എന്താ
അത്രക്ക് അത്രക്ക് ബെസ്റ്റാണ്. കാരണം എൻ്റെ ഈ ഷെയ്ഡിൽ നിന്ന് ഞാൻ ഈ ഒരു ഷെയ്ഡിലേക്ക് മാറിയത് ഇത് യൂസ് ചെയ്തിട്ടാണ്, അങ്ങനെയൊന്നും ഞാൻ പറയണില്ല. കാരണം അത്രക്ക് റിസൾട്ട് അങ്ങനത്തെ മാറ്റമൊന്നും ഇതിമുണ്ടാവില്ല കേട്ടോ. ഞാൻ പറയണത് എന്താ വെച്ചാൽ, അമ്പോ കണ്ടില്ലായോ, ഞാൻ പറയണത് എന്താ വെച്ചാൽ ഇത് തേച്ചാൽ ടാന് മാറും. സെക്കൻഡ്, സ്കിന്നൊന്ന് ഗ്ലോ ആയി, ഒരു സ്കിന്നിനൊരു സന്തോഷം കിട്ടും. നമ്മൾ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന പോലെ നമ്മുടെ ഫേസിന് ഇങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോൾ സന്തോഷമാണല്ലോ. പിന്നെ മാക്സിമം ഇതാണ്. പിന്നെ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഈ പാർലറിൽ പോയിട്ട് മറ്റേ സംഭവം ഫേഷ്യൽ അങ്ങനത്തെ സംഭവമൊന്നും ചെയ്യില്ല. ഇങ്ങനത്തെ ഈ ഹോം റെമഡീസാണ് യൂസ് ചെയ്യൽ. അത് എനിക്കിഷ്ടമല്ല. എന്താ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. എനിക്കെന്തോ ഒരു താല്പര്യമില്ല അത് ചെയ്യാൻ പാർലറിൽ പോയിട്ട്. പക്ഷേ ഹെയർ കട്ടിങ്, ത്രെഡിങ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നും ഇത്ര ബാക്കി. അപ്പോൾ ഇത് എത്ര ഉണ്ടാക്കൽ? നോ വെറീസ്, നമുക്ക് വേറെ ആൾക്ക് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. കഴുത്തിലിട്ട് കൊടുക്കണേ. കാരണം ഞാൻ ഇപ്പോൾ കഴുത്തിൽ കൊടാത്ത എന്താ വെച്ചാൽ, സത്യം പറയുകയാണെങ്കിൽ ഞാൻ കുളിച്ച് തലവേദന ആയപ്പം തലവേദന മാറുന്ന വെച്ചാൽ ഞാൻ കുളിച്ച്. അപ്പോൾ പിന്നെ എനിക്ക് കഴുത്തിലിട്ട് ഇനി ഒന്നുകൂടെ കുളിക്കാൻ എനിക്ക് മടിയാണ്. ഞാൻ അങ്ങനെ എപ്പോഴും കുളിക്കുന്ന ആളൊന്നുമല്ല. ഐ മീൻ 2 നേരം 3 നേരം എന്ന് വെച്ച് കുളിക്കുന്ന ആളൊന്നുമല്ല. ഈ മറ്റേ മൂക്കിൻ്റെ സൈഡിലൊക്കെ നല്ലോണം ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മറ്റേ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആവുന്നത് ബെസ്റ്റാണ്. വേറൊരു വിഷയം എന്താ വെച്ചാലേ, ഞാനൊരു വീഡിയോ ചെയ്ത് എന്താ തമിഴിലൊരാളിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു, ഞാൻ നിൽക്കുന്ന വീഡിയോ കേട്ടോ. അപ്പം അതിലെനിക്ക് ഒറ്റതിൽ 22K വ്യൂസായി. അപ്പോൾ ഞാൻ വിചാരിച്ച ഒത്തും സെറ്റ്. കാരണം അതിൽ ഒറ്റ യൂസിൽ ഇത്ര മാറ്റമായിട്ട്, ഇവിടെ വൈറ്റും ഇവിടെ കുറച്ച് ഡാർക്കും ആയിട്ട് ഒറ്റ യൂസിൽ അങ്ങനെ. ഈ ആൾക്കാർക്ക് അങ്ങനത്തെ ഒക്കെ തോന്നുന്നുണ്ട് വേഗം നെക്കൽ. കാരണം ഇത്ര പെട്ടെന്ന് റിസൾട്ടോ ഒന്നും അതെന്നെ നോക്കിയിട്ട് കാര്യമുള്ളൂ. വെറുതെ എന്തിനാ കുറേ ദിവസം ഇടണം, അതൊക്കെ വെറുതെയാണ്, ഒന്നും നടക്കണ കാര്യമല്ല. ഇപ്പം എന്താ ഇപ്പോൾ ഇത് എല്ലാവർക്കും അങ്ങനെ ചെയ്താൽ പോരെ. വെറുതെ കുറേ പൈസ കൊണ്ടുപോയി പാർലറിലും മടിയൊക്കെ കൊണ്ടുപോയി കളയണോ? വേണ്ട, അതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു കളറോട് മാറ്റിയാൽ പോരെ. അതൊക്കെ വെറുതെ ശുദ്ധ തട്ടിപ്പാണ്. അതൊക്കെ ഒന്ന് പോയി പെടരുത് പ്ലീസ്. പിന്നെ അതാണ്. പക്ഷേ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ വീഡിയോ ചെയ്യാൻ പോവാം. ഞാൻ അങ്ങനെ പെയിൻ്റ് അടിക്കും. എന്നിട്ട് ഓ മൈ ഗോഡ്, ഇത്ര റിസൾട്ടോ, ഒറ്റ യൂസ് ഞെട്ടിക്കുന്ന റിസൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചു വിടാൻ പോവാം. ഞാൻ കൂടുതലൊന്നും കൂടെ പറയുന്നില്ല. ഞാൻ ചെയ്യണം, നമ്മൾ എന്താ പിച്ച് വെച്ച് തുടങ്ങുള്ളൂ. അപ്പോൾ അതിപ്പം ചെയ്ത് വരുമ്പം എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായങ്ങൾ, സജഷൻസ്, അല്ലെങ്കിൽ അത് വീഡിയോ ചെയ്യോ, അങ്ങനെ ചെയ്തോക്കോ, അതാക്കോ, അങ്ങനെയൊക്കെ ഒരു കമൻറ്റോ അല്ലെങ്കിൽ ഒരു ഇതൊക്കെ തരുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. നമ്മളോട് ആൾക്കാർ പറയുന്നുണ്ട് നമ്മുടെ വീഡിയോ ഓക്കെ കുഴപ്പമില്ല, കമൻറ്റ് ഉണ്ട്, നമുക്ക് ശ്രദ്ധിക്കണം, അതിലൊക്കെ മിസ്റ്റേക്ക് ഉണ്ട് പറയുമ്പോഴല്ലേ നമുക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ. നിങ്ങളൊന്നും കഴിഞ്ഞ പ്രാവശ്യത്തെ വ്യൂസ് കൊണ്ടാ പറയുന്നത് എനിക്ക് തന്നെ ചെയ്യും. എന്നോട് ഒരാൾ അന്നത്തെ വീഡിയോൻ്റെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അണ്ടർആം ഡാർക്ക് സർക്കിൾ അല്ല അണ്ടർആം ഡാർക്ക്നെസ്സിൻ്റെ എന്തെങ്കിലും റെമഡി ഉണ്ടോയെന്ന്. ഒരു റെമഡി ഉണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് ഫ്രീ, ഐ മീൻ ഈ ഒരു സീരീസിൽ ഞാൻ പറഞ്ഞ പെരുന്നാളിൻ്റെ അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ ചെയ്യാം. ഓക്കെ, അതാകുമ്പോൾ പിന്നെ കുറച്ചുകൂടെ ഇതാവുമല്ലോ. ഇത് പിന്നെ ഇതിലിനി അത് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു ടിപ്പുണ്ട്, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ ഈ ഫംഗസ് ഇൻഫെക്ഷൻ അങ്ങനത്തെ ഒക്കെ താരനല്ലാത്ത ചുണങ്ങ് അങ്ങനത്തെ അസുഖമൊക്കെ ഉള്ളവർ അന്ന് ഞാനൊരു വീഡിയോ മുന്നേ ചെയ്തില്ലേ, ആ ഒരു ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ജസ്റ്റ് നിങ്ങൾക്ക് ഒരൊറ്റൊരു യൂസിൽ തന്നെ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് റിസൾട്ട് കാണാൻ പറ്റും. അത് സത്യമാണ്. കാരണം അത് ഫംഗസ് ഇൻഫെക്ഷനാണ്, നമ്മുടെ സ്കിന്നിൽ വന്ന അങ്ങനത്തേതാണല്ലോ. അപ്പോൾ അത് കുറച്ച് മായും ഒറ്റ റിസൾട്ടിൽ. അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടി, നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ ഉണ്ട്, നല്ല സ്ക്രബ് ചെയ്ത് കൊടുക്കാം. കണ്ണിൻ്റെ അടിയിൽ അധികം സ്ക്രബ് ചെയ്യാൻ പോകണ്ട. ഓക്കെ. പിന്നെ എനിക്ക് പെരുന്നാളിന് നിങ്ങൾക്ക് ഡ്രസ്സ് എടുത്തൊക്കെ ഉണ്ടാവും അല്ലേ, ഡ്രസ്സ് എടുത്ത് സെറ്റാക്കി വെച്ചേക്കില്ല. ഞാൻ ഇതുവരെ ഡ്രസ്സും എടുത്തില്ല, ഒന്നും ആക്കിയില്ല. അവിടെ എങ്ങനെ ഇരിക്കുക. റഷിക്കാണെങ്കിൽ ഒരു സമയം വേണ്ടേ, ഒന്ന് ഫ്രീ ആവണ്ടേ, നല്ലല്ലേ പുറത്ത് പോകാൻ പറ്റുള്ളൂ. ഓരോരോ തിരക്ക് ഇങ്ങനെ ആയി പോവാം. അപ്പം ഡ്രസ്സ് എടുക്കുന്ന വീഡിയോ ഹെയർ കട്ടിംഗ് ഒക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നീ കട്ടിങ് പോയിട്ട് എന്തെങ്കിലും നടക്കുമെന്ന് അറിയില്ല, ലീവ് വേണ്ടേ. ഇത് നമ്മൾ കാലിലത്തെ ടാന്, കയ്യിലെ ടാന് അതൊക്കെ ബെസ്റ്റാട്ടോ, നമുക്ക് പോവും. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും. അതാണ് മെയിൻ, നല്ല സോഫ്റ്റ് ആവും. ഇങ്ങനെ
നല്ല കുഞ്ഞുമക്കളുടെ സ്കിന്നൊക്കെ അല്ലേ, അങ്ങനെ സോഫ്റ്റ് അത്രക്കത്തില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആവും. ഇങ്ങനെ നമ്മൾ ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിന് നല്ല മാറ്റമില്ല. അപ്പോൾ അതിന് ഒരു ഏജ് റിവേഴ്സിങ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ പറയാം. കാരണം ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ സ്കിൻ നല്ല സോഫ്റ്റായി ഒന്ന് ഗ്ലോ ആവും, സെറ്റപ്പ് ആവും. ഞാനിങ്ങനെ പറയാനുള്ളൂ, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് പറയാം. റിസൾട്ട് ഇല്ലെങ്കിൽ എനിക്ക് വർക്കായില്ല എന്ന് പറയാം. അപ്പം അതെന്താ വർക്കാവാത്തതെന്ന് ഞാൻ ചോദിക്കും. അങ്ങനെ ഇത് വർക്കായില്ലെങ്കിൽ എന്താക്കണം, നമ്മൾ ഇന്നലെ ഇട്ടത് വർക്ക് ചെയ്യാൻ നോക്കണം. അപ്പോൾ അത് വർക്കാവും. അപ്പോൾ അത് ഒന്നും വർക്കാവാതെ എന്തായാലും നിൽക്കില്ല. നമ്മൾ ഓരോ സ്കിൻ ടോൺ ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പ് ആണല്ലോ, അതൊക്കെ ചിലപ്പം ഡിപ്പെൻഡ് ചെയ്യും. അപ്പം അതാ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക, ബെസ്റ്റ് ചെയ്താൽ നോക്കുക. എന്നിട്ട് അത് കണ്ടിന്യൂസ് അല്ല ഇങ്ങനെ മാറ്റി യൂസ് ഞാനങ്ങനെയാണ്. നിങ്ങൾക്ക് അതുമ്പോൾ തന്നെ സെറ്റായി അതുമ്പോൾ തന്നെ ഇങ്ങനെ പോകണമെങ്കിൽ അങ്ങനെ തന്നെ ട്രൈ ചെയ്ത് എന്തൊക്കെ പറയണേ അത് തന്നെ ഡെയിലി ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്താക്കുന്ന റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എന്താക്കുക അതന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ അത്ര പണിയുള്ളൂ. ഇതിൻ്റെ ഉണങ്ങൂല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ചൂടത്തിരുന്ന് വേർക്കുക. അപ്പോൾ അതിങ്ങനെ നിൽക്കുന്നു. അപ്പുറത്ത് നാൽക്കോ സൗണ്ട് സംസാരിക്കുന്നു, കോഴി കൂവുന്നൊക്കെ എൻ്റെ വീഡിയോയിൽ വരും. കോയിൻ്റെ ഉള്ളിൽ ടാപ്പിട്ട് ഒട്ടിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. കോഴിക്ക് രാവിലെ അല്ലേ കോഴി കൂവണ്ടേ, ഉച്ച സമയമായി. ഞാൻ എന്തായാലും നിങ്ങളത് വെയിറ്റ് ചെയ്യും. ഞാനിത് ഉണങ്ങിയിട്ട് വരാതിരിക്കും നല്ലത്. കാരണം ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ നല്ല ഉണങ്ങിയിട്ട് വരാം. അതായത് നമ്മുടെ ഏകദേശം ഉണങ്ങിയുണ്ട്. അത്യാവശ്യം അധികം ഓവർ ട്രൈ ആവാൻ നിൽക്കണ്ട. ഓവർ ട്രൈ ആയി സംസാരിച്ചാൽ നമ്മുടെ സ്കിൻ ഇങ്ങനെ വലിയും. അപ്പം അതിന് നിൽക്കണ്ട. അതിന് മുന്നേ നമ്മൾ എന്തായി വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ പോയിട്ട് വാഷ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിക്കാം. ഓക്കെ, അങ്ങനെ ഫൈനലി ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് അവസ്ഥ. ഐ മീൻ ഇതാണ് ഒരു ചേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ. ജസ്റ്റ് ഒരു ഗ്ലോ എന്നുണ്ട്. പിന്നെ നല്ല തണുപ്പുണ്ട് സ്കിന്നൊന്നും, അത് സുഖമുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഒരു സോഫ്റ്റ് ആയ പോലെ ഉണ്ട്. അപ്പം ഡെയിലി ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു അവസ്ഥയാണ്. ഇങ്ങനെ ഈ ഒരു മാറ്റമാണ് എനിക്ക് വന്നത്. കാരണം എനിക്ക് അധികം വിസിബിൾ ആയിട്ടുള്ള മാറ്റം വരാത്ത മെയിനായിട്ട് എന്താ വെച്ചാൽ, അപ്പോൾ ഞാൻ അധികം വെയിൽ കൊള്ളുന്നില്ല. അപ്പോൾ എനിക്ക് ടാനിക് കമ്പാരിറ്റീവ്ലി കുറവാണ്. അങ്ങനെ എനിക്ക് അതാണ് എനിക്ക് അത്രക്കൊരു ഭയങ്കരമായ മാറ്റം കാണാത്തത്. അപ്പോൾ എന്തായാലും നല്ല റിസൾട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇത് വർക്കായില്ലേ, ഇനി എന്തെങ്കിലും ഇതും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്യലുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യലുണ്ടെങ്കിൽ അതും പറയാം. പിന്നെ വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ വീഡിയോക്ക് എന്തെങ്കിലും ആക്കണമെങ്കിലൊക്കെ പറയാം. അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ Day 2 വീഡിയോ. പെരുന്നാളിലേക്കുള്ള ഇപ്പോൾ കുറച്ചുകൂടെ സെറ്റപ്പ് ആയില്ലേ. ഇപ്പോൾ പെരുന്നാളിന് പിന്നെ കുറച്ച് സുഖമുള്ളൂ. അപ്പോൾ എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.